ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് ആരാണ്? ഗുൽസാരി ലാൽ നന്ദയാണ്. അപ്പൊ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് KC നിയോഗിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നത് ഇന്ത്യക്ക് ഇതുപോലെ 5 ഇയർ പ്ലാൻസ് വേണം. എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് 5 ഇയർ പ്ലാൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കിലേക്കാണ്. പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ എന്ന് പറയും, പ്ലാനിംഗ് കമ്മീഷൻ. അപ്പോൾ ഇന്ന് പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് ഒക്കെ വന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. മിക്കുള്ള എക്സാമുകൾക്കും അത് ഡിഗ്രി ലെവലായിക്കോട്ടെ, അതുപോലെ LGS ആയിക്കോട്ടെ, അല്ലെങ്കിൽ 10th ലെവലായിക്കോട്ടെ, +2 ലെവലായിക്കോട്ടെ, ഏത് എക്സാമുകളിലും പ്ലാനിംഗ് കമ്മീഷനിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നേരത്തെയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഇപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ കാണാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ. അപ്പോൾ അത് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അവസാനം നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്നറിയാം. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ 2025 തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ വൈസ് ചെയർമാൻ, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? അതിനകത്ത് ടിക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. ഒന്ന് നോക്കി ആൻസർ കിട്ടുന്നുണ്ട് നോക്കി. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ അല്ല ചോദിച്ചിരിക്കുന്ന, വൈസ് ചെയർമാനാണ്. ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമുക്ക് അവസാനം ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്ത ആൻസർ കിട്ടുന്നുണ്ട് നോക്കി. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം, അതായത് ആസൂത്രണ കമ്മീഷന് ബദലായിട്ട് പകരം നിലവിൽ വന്ന സംവിധാനം അല്ലേ. ഒട്ടുമിക്ക ആളുകൾക്കും ആൻസർ കിട്ടിക്കാണുമല്ലോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അതും ഈ വർഷം തന്നെയാണ് ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദ്യം. കണ്ടോ, ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായിട്ട് ബന്ധമില്ലാത്തത് 2024 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ചോദിച്ചതാണ്. പോലീസ് ഡ്രൈവർ ചോദിച്ച ക്വസ്റ്റ്യനാണ്. 1950 സ്ഥാപിതമായി. നീതി ആയോഗ്, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ, റിസർവ് ബാങ്ക്. അതായത് ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്ത സ്ഥാപനം ഏത്, അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. 2023 ഇതിന് ചോദിച്ചതാണ്. ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഇന്ത്യയിൽ നിലവിൽ, അപ്പോൾ നേരത്തെ ചോദിച്ചത് എന്താണ്? ആസൂത്രണ കമ്മീഷന് ബദലായി അല്ലെങ്കിൽ പകരം നിലവിൽ വന്ന സംവിധാനം ഏതാണ്? ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്ക്. ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ആൻസർ കിട്ടിക്കാണുമല്ലോ അല്ലേ. നോക്കാം. അടുത്ത 2023 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻ എക്സാമിന് ചോദിച്ചതാണ്. ഐഡന്റിഫൈ സെറ്റ് ഓർ സെറ്റ്സ് കൺസിസ്റ്റിംഗ് ഓൺലി ദ ചെയർമാൻ ഓഫ് ദ എർസ്വൈൽ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അതിനകത്ത് ഏതിൻ്റെ മാത്രം പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ഉൾപ്പെടുന്ന സെറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ചെയർമാൻ എന്നാണ് ചോദ്യം കേട്ടോ. ചെയർമാൻ, അതായത് മുൻകാലത്തെ ചെയർമാൻ ആരാണ്? പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു. കാരണം അത് കറക്റ്റ് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഡിലീറ്റ് ചെയ്തു. ചെയർമാൻ ആരൊക്കെയാണ്? അപ്പോൾ ഇതിനകത്ത് കുറേ പേര് വൈസ് ചെയർമാൻ തന്നിട്ടുണ്ട്, ചെയർമാൻ തന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് കറക്റ്റ് ആൻസർ ഇല്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടതെന്ന്? ഏപ്രിൽ 1, 1950, മാർച്ച് 15, 1950, ജനുവരി 1, 1950, ഫെബ്രുവരി 15, 1950. 2023 സിവിൽ പോലീസ് ഓഫീസർ CPOയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒട്ടുമിക്ക എക്സാമുകൾ, അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം, ഒട്ടുമിക്ക എക്സാമുകളിലും പ്ലാനിംഗ് കമ്മീഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തവ ഏതാണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയും ചോദിക്കും, ശരിയല്ലാത്ത പ്രസ്താവന. 2023 LDക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നു. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു. 1950 മുതൽ 2024 വരെ
ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇതിനകത്ത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദ്യം. ആൻസർ കിട്ടിക്കാണും, ചിലർക്കെങ്കിലും കിട്ടിക്കാണും. നോക്ക്, ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം നേരത്തെ എന്താണ്, ഡേറ്റ് സഹിതമാണ് ചോദിച്ചത്, ഇയർ മാത്രമാണ് 2022. അപ്പോൾ ഡേറ്റ് കൂടി കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായത്? മറ്റൊരു ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1950 ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ആസൂത്രണത്തിന്റെ ശില്പിയൊക്കെ നമ്മൾ ആൾറെഡി പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ നോക്ക്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് PC മഹലനോബിസ് ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദ്യം, ശരിയല്ലാത്ത പ്രസ്താവന. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ആരംഭിച്ചതെന്ന്. കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ആരംഭിച്ചതെന്നാണ്. വർഷം 2014, 15, 19, 16. നമ്മൾ ഡേറ്റ് സഹിതം പഠിച്ചു വയ്ക്കുന്നത്. അതിനകത്ത് ഇയർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, പക്ഷേ ഡേറ്റ് കൂടി ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ. അതിന്റെ ചെയർമാൻ എപ്പോഴും ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രിയാണോ, രാഷ്ട്രപതിയാണോ, പ്രധാനമന്ത്രിയാണോ, റിസർവ് ബാങ്ക് ഗവർണറാണോ? 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? നോക്ക്, നേരത്തെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഇവിടെ ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950 പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത് 2018. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? നോക്കിയേ, ശരിയായ പ്രസ്താവന കിട്ടുന്നുണ്ടോ? നമുക്ക് ക്ലാസ്സിന് ശേഷം നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ വരുന്ന കാലത്ത് ഇതിൽ നിന്ന് കുറച്ചുകൂടി ഡീപ്പായിട്ടൊക്കെ ചോദിക്കും. നമ്മൾ ആ തരത്തിലാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. പ്ലാനിംഗ് കമ്മീഷൻ, അപ്പോൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950. 50 പ്ലാനിംഗ് കമ്മീഷൻ. 50 മാർച്ച് 15. അതിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ, ഇപ്പോൾ ആൻസർ കിട്ടിക്കാണുമല്ലോ. പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ നിലവിൽ നിന്നാണ്ട് 1950 മാർച്ച് 15 ഇത് സ്ഥാപിതമാകുന്നത്. കണ്ട ഒരു പിക്ചറൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടോ? ആരുടെ അധ്യക്ഷതയിൽ ചേരുകയാണ്? അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ്, അധ്യക്ഷതയിലാണ് ആ സമ്മേളനം അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് ഒക്കെ കൂടുന്നത്. ഇതിൻ്റെ ഫോർമേഷൻ കണ്ടോ? നോക്ക്, ഇൻ കണ്ടിന്യൂഷൻ ഓഫ് ദ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, ദേശീയ ആസൂത്രണ സമിതി അല്ലേ? ദേശീയ ആസൂത്രണ സമിതി ആൾറെഡി പഠിച്ചതാണ്. എന്താണ്? 1938 അല്ലേ? 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ആരുടെ അധ്യക്ഷതയിൽ? ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട്, അതിൻ്റെ തുടർച്ചയായിട്ട് ഈ 1946 1946 വർഷം മറക്കരുത്, 1940. അപ്പോൾ ഏതിൻ്റെ കണ്ടിന്യൂഷനാണ്? ദേശീയ ആസൂത്രണ സമിതിയുടെ തുടർച്ചയായിട്ട് 38 ദേശീയ ആസൂത്രണ സമിതി വരുന്നു. അതിന് തുടർച്ചയായിട്ട് 1946 ദ ഇന്ററിം ഗവൺമെന്റ്, അന്നൊരു 46 ഒരു ഇടക്കാല ഗവൺമെന്റ്, ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെന്റ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് മുമ്പ് ഒരു ഇടക്കാല ഗവൺമെന്റ് വന്നെന്ന് പറഞ്ഞല്ലോ, അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു ഇടക്കാല ഗവൺമെന്റ് എന്ത് ചെയ്തു? ഫോംഡ് ദ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്, ഒരു ഉപദേശക ആസൂത്രണ ബോർഡ് കൊണ്ടുവന്നു. 1946 ഇടക്കാല ഗവൺമെന്റ് എന്ത് കൊണ്ടുവരുന്നുണ്ട്? ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് കൊണ്ടുവരുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ദേശീയ ആസൂത്രണ സമിതി 38 വരുന്നു. അതിനുശേഷം എന്താണ്? കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 46 ആ 46 ഇടക്കാല ഗവൺമെന്റ്, ഇന്ററിം ഗവൺമെന്റ് ഒരു ആസൂത്രണത്തിന് വേണ്ടി എന്ത് കൊണ്ടുവരുന്നു? ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് അല്ലേ? ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് കൊണ്ടുവരുന്നു 46. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ചെയർമാൻ ഓഫ് ദ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്. ആ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ ആരായിരുന്നു? വളരെ പ്രധാനപ്പെട്ട ഒരു ബോർഡായിരുന്നു. അതിന്റെ ചെയർമാൻ ഓഫ് ദ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്, അതിന്റെ ചെയർമാൻ ആരായിരുന്നു? മറ്റാരുമല്ല, ആരാണ്? KC നിയോഗി. ആരാണ്ട്?
KC നിയോഗി. ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചോണം. ചെയർമാൻ ഓഫ് ദ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്, ആ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ ആരായിരുന്നു? KC നിയോഗി ആയിരുന്നു. KC നിയോഗി. ഓക്കെ, ഇനി അണ്ടർ ദ ഗൈഡൻസ് ഓഫ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് ചെയർഡ് ബൈ KC നിയോഗി ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് ഫോംഡ്. അങ്ങനെ ഈ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് 46-ൽ ആരുടെ നേതൃത്വത്തിൽ? KC നിയോഗിയുടെ അധ്യക്ഷതയിൽ വരികയും ചെയർമാനായിട്ട് വരികയും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡാണ് എന്തിന് ഉപദേശം നൽകുന്നത്? ഗവൺമെന്റിന് ഇന്ത്യക്ക് ഒരു പ്ലാനിംഗ് കമ്മീഷൻ, ഒരു ആസൂത്രണ കമ്മീഷൻ അനിവാര്യമാണ് എന്ന് ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ അവരുടെ ഉപദേശത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഗൈഡൻസ്, ഈ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ അല്ലെങ്കിൽ KC നിയോഗിയുടെ ആ ഗൈഡൻസിന്റെ ഫലമായിട്ടാണ്, അവരുടെ നിർദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് 1950-ൽ ഇന്ത്യ ഗവൺമെന്റ് എന്ത് ഫോം ചെയ്യുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇതിന് മുമ്പേയൊക്കെ നമ്മൾ പറഞ്ഞു പ്ലാനിംഗ് കമ്മീഷന് വേണ്ടി പിന്നെന്താണ് ഉപദേശം കൊടുത്ത സമിതികളൊക്കെ ഉണ്ട്, വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറയുന്നത് 46-ൽ ഇന്ററിം ഗവൺമെന്റ് കാലഘട്ടത്തിൽ വന്ന അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് അല്ലെങ്കിൽ KC നിയോഗി ചെയർമാനായിട്ട് വന്ന അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് എന്തിന് ഉപദേശം കൊടുക്കുന്നുണ്ട്? ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യക്ക് അനിവാര്യമാണെന്നുള്ള ഗൈഡൻസ് ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇന്ത്യയിൽ എന്ത് വരുന്നത്? 1950 മാർച്ച് 15-ന് പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത്. ഇനി നോക്ക്, ഇൻസ്പയർഡ് ബൈ ജോസഫ് സ്റ്റാലിൻസ് 5-year പ്ലാൻസ് അഡോപ്റ്റഡ് ഇൻ സോവിയറ്റ് യൂണിയൻ ഇൻ 1928. അപ്പോൾ ഈ പ്ലാനിംഗ് കമ്മീഷന് ഇൻസ്പിറേഷനായ മറ്റൊരു ഘടകം കൂടിയുണ്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു ഗൈഡൻസ് കൊടുക്കാൻ കാരണം KC നിയോഗിയുടെ നേതൃത്വത്തിലുള്ള അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് ഈ പ്ലാനിംഗ് കമ്മീഷന് വേണ്ടി ഈ ഒരു ഗൈഡൻസ് കൊടുക്കാൻ കാരണം എന്താണ്? അവർക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു, ഒരു പ്രചോദനം ഉണ്ടായിരുന്നു. എന്താണ് പ്രചോദനം? ജോസഫ് സ്റ്റാലിൻ്റെ 5-year പ്ലാൻസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ജോസഫ് സ്റ്റാലിൻ ഫാദർ ഓഫ് 5-year പ്ലാൻസ് അല്ലെങ്കിൽ ഫാദർ ഓഫ് പ്ലാനിംഗ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ജോസഫ് സ്റ്റാലിൻ ആണ്. ആർക്കിടെക്ട് ഓഫ് 5-year പ്ലാൻസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ജോസഫ് സ്റ്റാലിൻ ആണ്. അപ്പോൾ ഇൻസ്പയർഡ് ബൈ ജോസഫ് സ്റ്റാലിൻസ് 5-year പ്ലാൻസ് അല്ലെ, ജോസഫ് സ്റ്റാലിൻ്റെ 5-year പ്ലാൻസ് എവിടത്തെ? സോവിയറ്റ് യൂണിയനിൽ. ഏത് കാലഘട്ടത്തിലാണ്? 1927-28 അല്ലെങ്കിൽ 1928 സോവിയറ്റ് യൂണിയനിൽ 5-year പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് വിജയിപ്പിച്ച വ്യക്തിയാണ് അന്നത്തെ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന ആര്? ജോസഫ് സ്റ്റാലിൻ. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് KC നിയോഗിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നത്, ഇന്ത്യക്ക് ഇതുപോലെ 5-year പ്ലാൻസ് വേണം, ആ 5-year പ്ലാൻസ് നടപ്പിലാക്കാൻ എന്ത് വേണം? ഒരു പ്ലാനിംഗ് കമ്മീഷൻ വേണമെന്ന ഗൈഡൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് ഇൻസ്പിറേഷനായി മാറിയ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ജോസഫ് സ്റ്റാലിൻ്റെ 5-year പ്ലാൻസ് ആയിരുന്നു. ഓക്കെ, ഇനി എന്തായിരുന്നു പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ. ഏറ്റവും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അതിനകത്ത് പ്രൈമറി ഒബ്ജക്റ്റീവ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ? നോക്ക്, ടു പ്രൊമോട്ട് റാപ്പിഡ് ആൻഡ് ബാലൻസ്ഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ചോദിക്കും. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്ന, പ്ലാനിംഗ് കമ്മീഷന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ്, ടു പ്രൊമോട്ട് പ്രോത്സാഹിപ്പിക്കുക. പ്രോത്സാഹിപ്പിക്കുക? റാപ്പിഡ് വേഗത്തിലുള്ള ആൻഡ് ബാലൻസ്ഡ് സന്തുലിതമായ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. അപ്പോൾ രാജ്യത്തിന്റെ വളരെ വേഗത്തിലുള്ളതും അതുപോലെ സന്തുലിതവുമായിട്ടുള്ള സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഏതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഏതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്? ഇവിടെ പ്ലാനിംഗ് കമ്മീഷന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. അപ്പോൾ ആസൂത്രണ കമ്മീഷന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് റാപ്പിഡ് ആൻഡ് ബാലൻസ്ഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. രാജ്യത്തിന്റെ സന്തുലിത വികസനവും വേഗത്തിലുള്ള വളർച്ചയും എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ഇനി ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ മാർച്ച് 15, 1950 ആസ് എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ മാർച്ച് 15, 1950. നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. 1950 മാർച്ച് 15-നാണ് ഇത് നിലവിൽ വന്നത്. പ്ലാനിംഗ് കമ്മീഷൻ എങ്ങനെയാണ് നിലവിൽ വന്നത്? ആസ് എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഒരു ഭരണഘടന അല്ലേ, ഭരണഘടനാ സ്ഥാപനമായിട്ടാണോ വന്നത്? അല്ല. ഭരണഘടനയിൽ എവിടെയും പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. അങ്ങനെ പ്രതിപാദിച്ചാൽ നമുക്ക് പറയാം അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അല്ലാതെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതല്ല. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നാൽ നമുക്ക് പറയാം സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുമല്ല. പിന്നെയോ ഇതൊരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇറ്റ് ജസ്റ്റ് ആൻ അഡ്വൈസറി ബോഡി. പ്ലാനിംഗ് കമ്മീഷൻ
ഈസ് ജസ്റ്റ് ആൻ അഡ്വൈസറി ബോഡി, ഒരു ഉപദേശക സമിതി മാത്രമാണ്. ഏത്? പ്ലാനിംഗ് കമ്മീഷൻ. ഒരുപാട് തവണ ഈ പോയിന്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ എന്ത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡി. സ്റ്റാറ്റ്യൂട്ടറി എന്ന് വെച്ചാൽ നിയമത്തിലൂടെ കൊണ്ടുവരുന്നത്, അതുമല്ല ഭരണഘടനയിലൂടെ കൊണ്ടുവന്നതുമല്ല. പിന്നെയോ ഇത് ക്യാബിനറ്റ് കൂടിയിട്ട് ആ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഇരുന്ന് കൂടിയാലോചിച്ച് കൊണ്ടുവന്ന ഒരു സ്ഥാപനം മാത്രമാണ് എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഉപദേശക സമിതിയായിട്ടാണ്, അഡ്വൈസറി ബോഡി ആയിട്ടാണ് ഏതിനറിയപ്പെടുന്നത്? പ്ലാനിംഗ് കമ്മീഷനെ അറിയപ്പെടുന്നത്. നിലവിൽ വന്നത് മാർച്ച് 15, 1950. അപ്പോൾ ഒരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അഡ്വൈസറി ബോഡി. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പ്ലാനിംഗ് കമ്മീഷൻ എന്താണ്? ഒരു അഡ്വൈസറി ബോഡിയാണ്. The headquarters of the planning commission was at യോജന ഭവൻ, ന്യൂഡൽഹി. വളരെ പ്രധാനപ്പെട്ട അടുത്ത പോയിന്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇതിൽ നിന്ന്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലെ യോജന ഭവനാണ്. അവരുടെ ആ ബിൽഡിങ്ങിന്റെ പേരാണ് യോജന ഭവൻ. പ്ലാനിംഗ് കമ്മീഷന്റെ ബിൽഡിങ്ങിന്റെ പേരാണെന്ത്? ആ യോജന ഭവൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഇറ്റ്സ് പ്രൈമറി ഫംഗ്ഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞ പ്രൈമറി ഒബ്ജക്റ്റീവ് ആണ് പറഞ്ഞത്, മാറിപ്പോരുത്. പ്രൈമറി ഒബ്ജക്റ്റീവ് ആണ് നേരത്തെ പറഞ്ഞത് പ്ലാനിംഗ് കമ്മീഷൻ. ഇനി പ്രൈമറി ഫംഗ്ഷൻ, പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ഏതിന്റെ ധർമ്മമാണ്ടേ? പ്ലാനിംഗ് കമ്മീഷന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഡ്യൂട്ടി എന്താണ്? ടു ഫോർമുലേറ്റ്, തയ്യാറാക്കുക, ആൻഡ് ഇംപ്ലിമെന്റ്, നടപ്പാക്കുക. എന്ത്? 5-year പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികൾ. എന്തിന്? ടു അച്ചീവ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ്. ടു അച്ചീവ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ്, സാമ്പത്തികവും സാമൂഹികമായ പ്രോഗ്രസ്, പുരോഗതി അച്ചീവ് ചെയ്യാൻ വേണ്ടി 5-year പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയുമാണ് ആരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്? പ്ലാനിംഗ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ ഒബ്ജക്റ്റീവ് പറഞ്ഞല്ലോ, ആ ഒബ്ജക്റ്റീവ് ഒക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് ഫോർമുലേറ്റ് ചെയ്യണം, എന്ത് ഇംപ്ലിമെന്റ് ചെയ്യണം? 5-year പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും വേണം. ഇതാണ് ആരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ? പ്ലാനിംഗ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്ലാനിംഗ് കമ്മീഷന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്ട്? ടു ഫോർമുലേറ്റ് ആൻഡ് ഇംപ്ലിമെന്റ് 5-year പ്ലാൻസ്. എന്തിനു വേണ്ടി? ടു അച്ചീവ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ്, സാമ്പത്തികവും സാമൂഹികമായ പുരോഗതി നേടിയെടുക്കാൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ആ ചെറിയ പുള്ളിയല്ല, ആരാണ്ടേത്? പ്രൈം മിനിസ്റ്റർ. ദ ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ വിൽ ഓൾവേസ് ബി ദ പ്രൈം മിനിസ്റ്റർ. അല്ലെ? പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ചെയർമാൻ ആരായിരിക്കും? പ്ലാനിംഗ് കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ മറ്റാരുമല്ല, നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ലാസ്റ്റ് ചെയർമാൻ ആരാണ്? ഓർമ്മയുണ്ടോ? നമ്മൾ പഠിക്കുന്നത് ലാസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത്, ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ നിലവിലല്ലോ, ലാസ്റ്റ് ചെയർമാൻ ആര്? നരേന്ദ്രമോദി തന്നെയാണ്. നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിടുന്നത്, നീതി ആയോഗ് കൊണ്ടുവരുന്നത്. അപ്പോൾ ലാസ്റ്റ് ചെയർമാൻ എന്ന് ചോദിച്ചാൽ ആര്? നരേന്ദ്രമോദിയും. ഫസ്റ്റ് ചെയർമാൻ ആര്? ജവഹർലാൽ നെഹ്റുവും. അത് പറയുന്നുണ്ട്, ഫസ്റ്റ് ചെയർമാൻ, പ്ലാനിംഗ് കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് വൈസ് ചെയർമാൻ. ഇദ്ദേഹമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ കൂടിയും ഇതിനെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് ആരാണ്? വൈസ് ചെയർമാനാണ്. അതിന്റെ വൈസ് ചെയർമാൻ, ഫസ്റ്റ് വൈസ് ചെയർമാൻ ഗുൽസാരി ലാൽ നന്ദ. ഗുൽസാരി ലാൽ നന്ദ അല്ലേ? നമ്മുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു വിശേഷണം കൂടിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്, ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരി ലാൽ നന്ദ. ഗുൽസാരി ലാൽ നന്ദ. ഫസ്റ്റ് ചെയർമാൻ ജവഹർലാൽ നെഹ്റു, ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരി ലാൽ നന്ദ. ഇനി സെക്കൻഡ് ചെയർമാൻ ആര്? അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേരെ. സെക്കൻഡ് ചെയർമാൻ ജവഹർലാൽ നെഹ്റുവിന് ശേഷം വന്ന പ്രൈം മിനിസ്റ്റർ ആണ് ലാൽ ബഹാദൂർ ശാസ്ത്രി. ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് സെക്കൻഡ് ചെയർമാൻ എന്ന് പറയുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. ഇതിനിടയ്ക്ക് ആര്? ഗുൽസാരി ലാൽ നന്ദ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് സമയം ഇരിക്കുന്നുണ്ട്. അത് ഒഫീഷ്യലായിട്ട് എന്ത് വരുന്നില്ല, അതിന് വളരെ കുറച്ച് 13 ദിവസമോ മറ്റോ ആണ് ഇരിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് അത് ഒരു ചെയർമാൻ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. കാര്യം അന്ന് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇത് ഇടക്കാലത്ത്, ഈ ജവഹർലാൽ നെഹ്റു മരിക്കുന്ന സമയത്ത്. അപ്പോൾ അത് പക്ഷേ കുറച്ച് കാലമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ സെക്കൻഡായിട്ട് കണക്കാക്കുന്നത് ആരെയാണ്? ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. സെക്കൻഡ് ചെയർമാൻ ആര്? ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. ഓക്കെ. ഇനി നോക്ക്, ഫസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ആക്ടിംഗ് ചെയർമാൻ ആരായിരുന്നു? പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ആക്ടിംഗ് ചെയർമാൻ എന്ന് പറയുന്നത് അങ്ങനെ അറിയപ്പെടാൻ കാരണം, ഇദ്ദേഹം എന്ത് ചെയ്തു? ജവഹർലാൽ നെഹ്റു അന്തരിച്ചതിന് ശേഷം അടുത്ത ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് കുറച്ചു കാലം, ഒരു 13 ദിവസം ഇദ്ദേഹം എന്തായിട്ടിരുന്നിട്ടുണ്ട്? പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നുണ്ട്. ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് ആരാണ്? ഗുൽസാരി ലാൽ നന്ദയാണ്. അപ്പോൾ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ ഏതിൻ്റെയും ചെയർമാൻ ആകും?
പ്ലാനിംഗ് കമ്മീഷൻ്റെയും ചെയർമാനാകും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്ന് വിശേഷിപ്പിക്കുന്നത്? ഫസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. യഥാർത്ഥത്തിൽ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ആ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? ആക്ടിംഗ് ചെയർമാനായിട്ട് മാറും. പ്ലാനിംഗ് കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാനായിട്ട് അറിയപ്പെടുന്നു. അപ്പോൾ ഫസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ മറ്റാരുമല്ല, ആരാണ്? ഗുൽസാരി ലാൽ നന്ദയാണ്. ഓക്കെ, ഇനി the person who served as the chairman of the planning commission for the longest time. ദീർഘകാലം, ഏറ്റവും കൂടുതൽ കാലം പ്ലാനിംഗ് കമ്മീഷന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായിരുന്ന വ്യക്തി ആരാണ്? പ്രൈം മിനിസ്റ്റർ ആരാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഏറ്റവും ചെയർമാനും പ്രൈം മിനിസ്റ്റർ ഒന്നാണല്ലോ. അപ്പോൾ പേഴ്സൺ ഹൂ സെർവ്ഡ് ആസ് ദ ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഫോർ ദ ലോങ്സ്റ്റ് ടൈം, അല്ലേ? ദീർഘകാലം, ഏറ്റവും കൂടുതൽ കാലം ആ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാനായിരുന്ന വ്യക്തി ആരാണ്ടേ? ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അദ്ദേഹം അന്തരിക്കുന്നത് വരെ, അല്ലേ? ഈ പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 15 വന്ന് അദ്ദേഹം അന്തരിക്കുന്നത് വരെ, 64, അല്ലേ? അദ്ദേഹം അന്തരിക്കുന്നത് വരെ ആര് തന്നെയായിരുന്നു ചെയർമാൻ? ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ചെയർമാൻ ആയിരുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. The person who served as the chairman of the planning commission for the shortest, അപ്പോൾ ലോങ്സ്റ്റ് ടൈം നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ആണ്. ഇനി പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാനായിട്ട് വളരെ കുറച്ചു കാലം ഓഫീസിൽ സേവനം അനുഷ്ഠിച്ചത് ആരാണ്? അതാരാണ്ട്? ചരൺ സിംഗ് ആണ്. ആരാണ്? ചരൺ സിംഗ് ആണ്. അദ്ദേഹം എന്തിന്റെ കാലയളവ് നോക്ക്? ജൂലൈ 28, 1979 മുതൽ ജനുവരി 14, 1980 വരെ കുറച്ച് കാലഘട്ടം അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരുന്നിട്ടുള്ളൂ. 170 ദിവസം, കേട്ടോ. അപ്പോൾ ആ ഒരു കാലയളവ് പഠിക്കണമെന്നില്ല, പക്ഷേ കാലയളവ് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, അങ്ങനെ കാലയളവൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ എന്നോട്ടാണ് ജൂലൈ 28, 1979 മുതൽ ജനുവരി 14, 1980 വരെ 170 ദിവസമാണ് ചരൺ സിംഗ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടായിരുന്നത്. ആ കാലയളവിലാണ് അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാനായിട്ടിരുന്നത്. ഒരു ഷോർട്ടസ്റ്റ് പീരീഡ് ആണ്, മറ്റുള്ള പ്രധാനമന്ത്രിമാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഷോർട്ടസ്റ്റ് പീരീഡ് ആണ്. അപ്പോൾ ചരൺ സിംഗ് ആണ് ഏറ്റവും കുറച്ചു കാലം പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാനായിട്ടിരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.